ആലപ്പുഴ കാട്ടൂരിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പ്രജിത് മനോജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ബന്ധുക്കളും SFIയും ആവശ്യപ്പെട്ടു. പ്രജിത്ത് പഠിച്ച ഹോളി ഫാമിലി വിസിറ്റേഷൻ സ്കൂളിലേക്ക് ചിതാഭസ്മവുമായി ബന്ധുക്കൾ മാർച്ച് നടത്തി. SFI നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. പ്രജിത് മനോജിന്റെ മരണത്തിൽ സ്കൂൾ അധികൃതർക്ക് പങ്കുണ്ടെന്ന് കാട്ടി പരാതി നൽകിയതിന് പിന്നാലെയാണ് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മാർച്ച് നടത്തിയത്. പ്രജിത്തിന്റെ സഞ്ചയന ദിവസമായി ഇന്ന് ചിതാഭസ്മവുമായി എത്തിയാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചത്. പോലീസ് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് 1 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിപ്പിക്കാനായി ബന്ധുക്കൾ തയ്യാറായത്. നിൽക്കുന്ന 95% ആൾക്കാരും സമരത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവരല്ല. അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വന്നവരാണ്. ഇത് അയൽവക്കത്തുകാരും നമ്മുടെ ഈ കുട്ടികളുടെ സഹപാഠികളും അവരുടെ രക്ഷകർത്താക്കളും മാത്രമാണ്. ജനങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയ ആശങ്കകൾ, അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ ആശങ്കകൾ എല്ലാം തന്നെ സമഗ്രമായിട്ട് പരിശോധിച്ചിട്ട് ആരെങ്കിലും ആ കുട്ടിയുടെ മരണത്തിന് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ കാരണമായിട്ടോ കൃത്യമായ നടപടിയുണ്ടാകും. പ്രജിത് മനോജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പിന്നീട് SFIയും പ്രതിഷേധ മാർച്ചുമായി രംഗത്തെത്തി. പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് സ്കൂളിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് തടഞ്ഞത്. ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ അച്ചടക്കമെന്ന ശാസനയുടെ വാളുയർത്തി ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെ ആകെ ഞങ്ങളുടെ കീഴിലങ്ങ് അണനിരത്തിക്കളയാമെന്ന് തെറ്റിദ്ധരിക്കുന്ന അധ്യാപക ഹംബോധത്തിന്റെ കൊലപാതകത്തിന്റെ ഇരയാണ് പ്രിയപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞനുജൻ. ഞങ്ങൾ തിരിച്ചറിയുകയാണ്. പ്രജിത്തിന്റെ മരണത്തിൽ അധ്യാപകർക്ക് പങ്കുണ്ടെന്ന ആരോപണം ശക്തമാണെങ്കിലും സ്കൂൾ അധികൃതർ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് സ്കൂളിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് പിന്നാലെ സ്വീകരണ മുറിയിൽ പ്രജിത്ത് തൂങ്ങി മരിച്ചത്. അന്നേ ദിവസം പ്രജിത്തിനെ അധ്യാപകർ മർദ്ദിച്ചതും മാനസികമായി പീഡിപ്പിച്ചതുമാണ് ആത്മഹത്യയുടെ കാരണമെന്ന് വിദ്യാർത്ഥിയുടെ സഹപാഠികൾ മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അധ്യാപകർക്ക് മരണത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി മാതാപിതാക്കൾ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. റിപ്പോർട്ടർ, ആലപ്പുഴ.